ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്ത് കൊണ്ടുചെന്നു. അവർക്ക് അവൻ്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടും നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാവങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിൻ്റെ പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റു. താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു കർത്താവ് ആരോഗ്യ സൗഖ്യമാക്കുന്നത്. പക്ഷപാതം ഇന്ന് ലോകത്തിൽ ഇത് ഡിപ്രഷൻ പോലെ, മാനസിക സംഘർഷം പോലെ, സന്തോഷമില്ലാത്ത ഒരു ലോകം, പാപം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ. അതിൽ നിന്ന് മാറ്റുവാൻ പാപത്തിൽ നിന്ന് വിടുതലാണ് ആവശ്യം. യേശു മനുഷ്യപുത്രനാണെന്ന് ഒന്നുകൂടെ തെളിയിക്കുക. ദൈവമായ യേശു മനുഷ്യപുത്രനാണെന്ന് വിശുദ്ധ ലൂക്കോസ് ഒന്നുകൂടെ തെളിയിക്കുകയാണ്. അവന് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുമ്പോൾ ജനം വിസ്മയിക്കുകയാണ്. വിസ്മയമായി മാറുവാൻ സാധിക്കുന്ന ആ വലിയ അത്ഭുത ശക്തിയാണ് ഇവിടെ നടക്കുന്നത്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന വിസ്മയങ്ങൾ യേശു ഞങ്ങളോടുള്ളപ്പോഴാണ്. യേശു ഞങ്ങളോടുള്ളപ്പോൾ വിസ്മയത്തിൽ ഞങ്ങൾ നിറയുവാൻ സാധിക്കും. കർത്താവെ, തളർന്നു കിടക്കുന്ന ഒരു ലോകത്തെ എഴുന്നേൽപ്പിക്കുവാൻ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവപുത്രന്, മനുഷ്യപുത്രന് സാധിക്കുമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള ആ ശക്തിയാൽ കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിലുള്ള സകല ക്ഷീണത്തെയും രോഗത്തെയും ഡിപ്രഷനെയും അകറ്റണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും, വ്യക്തി ജീവിതങ്ങൾക്കും ഇത് അനുഗ്രഹമാക്കിക്കാട്ടും. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.